ശ്രീധുവിന്റെ കാര്യത്തിൽ അർജുൻ എന്ത് പറഞ്ഞാലും പൊസീവാണ്. വീണ്ടും അർജുന്റെ പൊസീവ്നെസ് ഉള്ള ഒരു ഫേസ് കാണിച്ചു തന്നേക്കുവാണ് ബിഗ് ബോസ് നമുക്ക്. ഇന്നത്തെ ലാലേട്ടന്റെ ഡേയിൽ ആ ഒരു ടാസ്ക് കണ്ടവർക്ക് അറിയാം. ലാലേട്ടൻ തമിഴിലൊരു കാര്യം എഴുതി. അപ്പോൾ ശ്രീധു ആയതുകൊണ്ടാണോ തമിഴിൽ എഴുതിയത്? അത് ഒരു കണ്ടസ്റ്റന്റ് പുറകിൽ പുറത്തൊരാൾ എഴുതണം, ദാ ഇതുപോലെ. അപ്പോൾ ശ്രീധുവിന്റെ പുറത്ത് അഭിഷേകാണ് എഴുതിയിരുന്നത്. അപ്പോൾ അഭിഷേക് എന്താണോ എഴുതുന്നത് അത് ഗസ് ചെയ്ത് ശ്രീധു ഒരു പേപ്പറിൽ എഴുതണം. അപ്പോൾ ശ്രീധുവും അർജുനും ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നായിരുന്നു. ലാലേട്ടൻ മനഃപൂർവ്വം പിരിച്ചിട്ട് മറ്റേ അഭിഷേകിനെ ശ്രീധുവിന്റെ ഗ്രൂപ്പിൽ ഇട്ടു. അപ്പോൾ ശ്രീധുവിൻ്റെ പുറത്തായിരുന്നു അഭിഷേക് എഴുതേണ്ടത്. ശ്രീധുവിൻ്റെ ഡ്രസ്സ് കണ്ടോ? അപ്പോൾ ബാക്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഡിസൈനാണ്, അവിടെ ഡ്രസ്സില്ല. അപ്പം പുറത്ത് തന്നെ എഴുതേണ്ടി വരും. അഭിഷേക് എഴുതിയപ്പോൾ ദാ കണ്ടോ, അർജുൻ്റെ ഫേസ് ആയിരുന്നു. ഒരു പൊസീവ്നെസ്സോട് കൂടിയുള്ള ഒരു ഫേസ്. നേരത്തെ സായിയും ശ്രീധുവും പിടിവലി ഉണ്ടായപ്പോഴും അർജുൻ്റെ ഫേസ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അഭിഷേകിന് ആദ്യം ഒരു മടിയോട് കൂടിയാണ് അഭിഷേക് എഴുതിയിരുന്നെങ്കിലും അങ്ങനെ ഇങ്ങനൊരു ടാസ്ക് ഉള്ളതുകൊണ്ട് വീണ്ടും അർജുൻ്റെ പൊസീവ്നെസ് നമ്മളെ കാണിച്ചു തന്നേക്കുവാണ്. പക്ഷെ ഒരു തവണയാണ് കേട്ടോ ക്യാമറ അങ്ങോട്ട് സൂം ചെയ്തോളൂ. എന്ത് പറ്റിയ ക്യാമറമാൻ എന്നറിയത്തില്ല. ആ ഒരു സമയങ്ങളിലൊക്കെ അർജുൻ്റെ ഫേസ് മാറി മാറി കാണിക്കേണ്ടതായിരുന്നു ക്യാമറമാൻ, കാണിക്കുന്നതുമായിരുന്നു കേട്ടോ. അപ്പോൾ അർജുൻ ശ്രീധു ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.